സ്റ്റാഫിൻ്റെ പ്രൊപ്പോർഷൻ കൂട്ടിയേ മതിയാവും. ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്കെന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടിയിലധികം ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. കാരണം സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത്തും ഒന്നും കൂടിയിട്ടില്ല. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ മാത്രമല്ല, 10,000-കണക്കിന് സർജറീസ് നടക്കുന്നിടത്താണ് നിങ്ങൾ ഈ ഒരെണ്ണം പറയുന്നത്. അതായത് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ അവിടെ വരണം. 10,000-കണക്കിന് സർജറികൾ നടക്കുന്നതിനിടയ്ക്ക് ഒറ്റപ്പെട്ടതെന്നൊക്കെ പറയാവുന്ന ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതെ, അതുകൊണ്ടാണ് ഈ സർജിക്കൽ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യണം. മിനിസ്റ്ററുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിന്റെ പേരാ പറഞ്ഞത്, അദ്ദേഹമാണ് സിസ്റ്റം എന്ന്. അതായത് പർച്ചേസ് ആരാണ് തീരുമാനിക്കുന്നത്? കോർപ്പറേറ്റ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയെ ഇതിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം വളരെയധികം ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. IMAയുടെ ഒരു റിപ്പോർട്ട് എടുത്തിട്ട്. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു എബവ് മിഡിൽ ആവറേജ് ഒരാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സ്വകാര്യ മേഖല മാറിക്കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസോ ഇൻഫ്രാസ്ട്രക്ചറോ സ്റ്റാഫ് സ്ട്രെങ്തോ അല്ലെങ്കിൽ ഡോക്ടർമാരെ സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശമ്പളമോ കൃത്യമായി കൊടുക്കാതെ എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് എൻ്റെ ചോദ്യം. ഇതിൽ വരുന്ന പോരായ്മകൾ നമ്മളിതെല്ലാം അറിയുന്നത് കൊണ്ടാണല്ലോ ഈ പോരായ്മകളും പുറത്തു വരുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുക, അതും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണല്ലോ. ഇന്ത്യയിലെ മൊത്തം ഒരു ഹെൽത്ത് മേഖലയിലേക്ക് നീക്കി വെക്കുന്ന ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6.5 അടുത്താണ് വരുന്നത് ഇന്ത്യയിലെ മൊത്തം എടുക്കുമ്പോൾ. കേരളത്തിലെ അതിലും താഴെയാണ്. 100 കോടി പുറത്ത് ഈ പറഞ്ഞ എക്യുപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കാറുണ്ടെന്നാണ് മനസ്സിലായത്. 100 കോടിയൊന്നും ആയിരിക്കില്ല. കാരണം എല്ലാ മെഡിക്കൽ കോളേജസിലും ഈ പ്രശ്നമുണ്ട്. മെഡിക്കൽ കോളേജസ് മാത്രമായിരിക്കത്തില്ല, സർക്കാരിൻ്റെ കീഴിലുള്ള ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ഹെൽത്ത് സർവീസസിലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലും ഒരു ജീവനാണ് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ ഒരു HOD അയക്കുന്ന ഒരു ഫയൽ, ഒരു സാധനം വേണം എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു ഫയൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ കൊറീസായിട്ട് ആഴ്ചകളോളം അവിടെ കിടക്കും? വീണ്ടും അവിടുന്ന് ഈ HOD തന്നെ ഓഫീസിൽ പോയി നിൽക്കണം. ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യപ്പെടണം എന്നൊരു മനോഭാവം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ, കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി നമ്പർ 1 എന്നുള്ള ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമസ്കാരം. സി മലയാളം ന്യൂസിനൊപ്പമുള്ളത് ഡോക്ടർ റോസ്നാര ബീഗം, KGMCTA പ്രസിഡന്റ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഡോക്ടറെ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നതും. ഡോക്ടർമാർ സമരത്തിലാണ്, സീനിയർ ഡോക്ടർമാർ സമരത്തിലാണ്. KGMCTA എന്ന ഈ അക്ഷരങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. കേരള ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷനാണ്. സീനിയർ ഡോക്ടർമാരാണ്, അനുഭവ പരിചയമുള്ള ആൾക്കാരാണ്, സർക്കാരിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരാണ്. അവർ സമരത്തിലാണ്. മാസങ്ങളായി നീളുന്നവരുടെ പേ റിവിഷൻ അടക്കമുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നിലവിലതിൻ്റെ സ്ഥിതി? ഒന്ന്, നമ്മുടെ എൻട്രി കേഡറിൽ പേ റിവിഷൻ 2016 പേ റിവിഷൻ ഇഫക്റ്റീവ് ആവുന്ന 2020 ഓർഡർ വരുന്നത്. അതായത് ഏകദേശം 5 വർഷങ്ങൾ അടുപ്പിച്ചായി. ആ സമയത്ത് വന്നപ്പോൾ എൻട്രി കേഡറിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന അസിസ്റ്റൻറ്റ് പ്രൊഫസർമാർക്ക് അതിന് മുന്നേ ഉണ്ടായിരുന്നതിൽ നിന്നും റിവൈസ്ഡ് സാലറിയിൽ വളരെയധികം ഡ്രോപ്പ് ഉണ്ടായി. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് തരണം എന്ന് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. കാരണം പുതിയ ആൾക്കാർ സർവീസിലേക്ക് വരുന്നതിന് വളരെയധികം വിമുഖത കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വരുന്നവർ തന്നെ കുറച്ച് മാസങ്ങളൊക്കെ നിന്നിട്ട് അവർ ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നമ്മൾ ഇപ്പോൾ ഒരു സർക്കാർ മേഖലയും സ്വകാര്യ മേഖലയും നമ്മൾ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതൊരു സർവീസ് മേഖല എടുത്താലും, നമ്മൾ ഓഫീസ് സ്റ്റാഫ് ആവട്ടെ, വേറെ എന്തെങ്കിലും സർവീസ് മേഖല എടുത്താലും സർക്കാർ മേഖലയിൽ മെച്ചപ്പെട്ട വേതനമാണ് കിട്ടുന്നത്, ബാക്കി ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും. പക്ഷേ ഡോക്ടർമാരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രൈവറ്റ് മേഖലയിൽ ഇതിൻ്റെ 3-4 ഇരട്ടി ശമ്പളം കിട്ടുന്നവരാണ് സർക്കാർ ഡോക്ടർമാർ. അത് മാത്രമല്ല, അവർക്ക് വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും വളരെ നല്ലതാണ്. ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് പ്രൈവറ്റ് മേഖല എന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഈ
നമ്മുടെ സർക്കാർ മേഖലയിലേക്ക് താല്പര്യത്തോടുകൂടി കടന്നു വരുന്ന ഡോക്ടർമാരാണ് അധികവും ഇവിടെ നിൽക്കുന്നതും. സേവന മനോഭാവത്തോടെ വരുന്നത്. അതെ, സേവന മനോഭാവമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റും ഉണ്ട്. അതായത് പുതിയ ഡോക്ടർമാരെ ഈ സമൂഹത്തിലേക്ക് നമ്മൾ ഇറക്കുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഇവരെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. അത് പുതിയ തലമുറയെന്ന് പറയുന്നത് അത്രയും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ പറ്റുക, അതും ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ. അതിനുവേണ്ടി ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണല്ലോ. ആണ്, തീർച്ചയായും ആണ്. ഹെൽത്ത് സെക്ടറിൽ ഉള്ള അലൊക്കേഷൻ ആക്ച്വലി വളരെ അപര്യാപ്തമാണ്. അപ്പോൾ അത് വളരെ ഗൗരവകരമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ശരാശരി നമ്മൾ കഴിഞ്ഞ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ഒരു ഹെൽത്ത് മേഖലയിലേക്ക് നീക്കി വെക്കുന്ന ഒരു പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6.5 അടുത്താണ് വരുന്നത് ഇന്ത്യയിലെ മൊത്തം എടുക്കുമ്പോൾ. കേരളത്തിലെ അതിലും താഴെയാണ്, ആ ശരാശരിയിലും താഴെയാണ്, ഒരു 5.5 വരുന്നത്. അപ്പോൾ നമ്മളത് റീതിങ്ക് ചെയ്യണം. കേരളത്തിലെ ഹെൽത്ത് സെക്ടറിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഇപ്പോൾ നമ്മൾ പ്ലാൻ ഫണ്ടിൽ എപ്പോഴും കാണുന്നത് പുതിയ മെഷീൻസ്, പുതിയ കെട്ടിടങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, കാരണം സൗകര്യങ്ങൾ കൂടുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ സൗകര്യങ്ങൾക്കനുസരിച്ച് അവിടെ ആശ്രയിക്കുന്ന ജനങ്ങളുടെ എണ്ണവും കൂടി വരികയാണെന്നുള്ളത് സർക്കാർ മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടർമാർ വേണം. ഒരു നൂതനമായ ഒരു എക്യുപ്മെൻറ്റ് വരുമ്പോൾ ആ എക്യുപ്മെൻറ്റിൽ ട്രെയിനിങ്ങിന് അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 2-3 പേര് മാത്രമേ ഉള്ളെങ്കിൽ എങ്ങനെ ട്രെയിനിങ്ങിന് അയക്കാൻ പറ്റും? അപ്പോൾ അവിടുത്തെ സർവീസസ് നിർത്തി വെച്ചുകൊണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നടക്കാതെ വരും പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ഇഫക്റ്റീവായിട്ട് നമ്മൾ ഈ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് അലൊക്കേഷനും സ്റ്റാഫ് അലൊക്കേഷനും ഒരുപോലെ വേണം. സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ മാത്രമല്ല, ട്രെയിൻഡ് നഴ്സസ് ഉണ്ട്, സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുണ്ട്, ബാക്കിയുള്ള പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അങ്ങനെ ടെക്നീഷ്യൻസ്, ടെക്നോളജിസ്റ്റ്, അങ്ങനെ ഒരുപാട് പേര് ഒരു ബിൽഡിംഗ് വരുമ്പോൾ ആ ബിൽഡിങ്ങിന് പ്രൊപ്പോർഷനേറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു മെഷീൻ വരുമ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മൾ കൊടുത്തേ മതിയാവും. എങ്കിൽ മാത്രമേ അതിൻ്റെ ഉദ്ദേശം ഒരു 100%. നിലവിൽ ബിൽഡിങ്ങും പ്രോജക്റ്റും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പണ്ടുള്ള സ്റ്റാഫ് മാത്രമേ ഇപ്പോഴുള്ളൂ. അഡീഷണൽ സ്റ്റാഫുകൾ കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രോജക്ട്സിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 4 പുതിയ മെഡിക്കൽ കോളേജുകൾ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഓരോന്നും, ക്യാൻസർ സെൻറ്റേഴ്സ് ആവട്ടെ, ട്രാൻസ്പ്ലാന്റേഷൻ സെൻറ്റേഴ്സ് ആവട്ടെ, ഒക്കെ ആവട്ടെ, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ്. സർക്കാർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. ഇറ്റ് ഈസ് എ വെൽക്കം മൂവ്. കാരണം നമ്മൾ ലോകം നമ്മളെക്കാളും വളരെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അതോടൊപ്പം എത്താനായിട്ട് നമ്മളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള സ്റ്റാഫിൻ്റെ പ്രൊപ്പോർഷൻ കൂട്ടിയേ മതിയാവും. ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്കെന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്നതിൻ്റെ 10 ഇരട്ടിയിലധികം ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. കാരണം സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട്, അത് വാസ്തവമാണ്. പക്ഷേ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത്തും ഒന്നും കൂടിയിട്ടില്ല. ഈ ഡിമാൻഡ്സ് പറയുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒന്ന് ഈ നമ്മുടെ പെൻഡിങ് ആയിട്ടുള്ള പെയർ വിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അത് കൂടാതെ പറയുന്ന കാര്യങ്ങൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിൻ്റെ പ്രശ്നം ഈ കുറവാണ്. അതുപോലെ വളരെ ക്രിട്ടിക്കൽ കെയറിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ അഭാവം. ഇതെങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി? ഞാൻ മനസ്സിലാക്കിയത് ഈ സ്റ്റെൻറ്റ്, വാൽവ്, പേസ് മേക്കർ, ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? ഇതിൽ പലപ്പോഴും ഈ എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ്, അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതായത് അത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് അതിൽ മണി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാവശ്യമായുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്. മിക്കവാറും എല്ലാ കോളേജസിലും ഉണ്ട്. അപ്പോൾ അത് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുമ്പോൾ പലപ്പോഴും സർക്കാരിൻ്റെ പല സ്കീമുകളുണ്ട്. കാസ്പ് ഉണ്ട്, കാരുണ്യ, അങ്ങനെ പല സ്കീമുകളുണ്ട്. അപ്പോൾ ആ സ്കീമുകളിലുള്ള പേയ്മെൻറ്റ് വഴിയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഈ സ്കീമുകളിലെ പേയ്മെൻറ്റുകളൊക്കെ പെൻഡിങ് ആണ്. ഒരുപാട് പെൻഡിങ് എമൗണ്ട് ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
അങ്ങനെ വരുമ്പോഴാണ് പത്രവാർത്തകളൊക്കെ വരുന്നത്. അതായത് സ്റ്റെൻറ്റ് ലഭ്യമല്ല, സ്റ്റെൻറ്റിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയൊരു എമൗണ്ട് അലോട്ട് ചെയ്യും, വീണ്ടും അവരെ സമീപിക്കും. അങ്ങനെയാണ് നടന്നു. 100 കോടി പുറത്ത് ഈ പറഞ്ഞ എക്യുപ്മെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് കൊടുക്കാറുണ്ടെന്നാണ് മനസ്സിലായത്. 100 കോടിയൊന്നും ആയിരിക്കില്ല. കാരണം എല്ലാ മെഡിക്കൽ കോളേജസിലും ഈ പ്രശ്നമുണ്ട്. മെഡിക്കൽ കോളേജസ് മാത്രമായിരിക്കത്തില്ല, സർക്കാരിൻ്റെ കീഴിലുള്ള ക്യാൻസർ സെൻറ്റേഴ്സ് ഉണ്ട്, ബാക്കിയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, ഹെൽത്ത് സർവീസസിലെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഈ ഒരു സ്കീമുകൾ വഴിയാണ് പലപ്പോഴും ഇത് നടക്കുന്നത്. കാരണം നമ്മൾ സൗജന്യ ചികിത്സയാണ് നമ്മൾ സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിനുള്ള അലൊക്കേഷൻ വളരെ കുറവാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കാസ്പ് അങ്ങനെയുള്ള സ്കീമുകളിലേക്കുള്ള അലൊക്കേഷൻ എനിക്ക് മനസ്സിലായത് 800 to 900 crores ആണ് ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ എമൗണ്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കടം കൊടുത്തു തീർക്കാൻ പോലും തികയുമോ എന്നുള്ളത് എനിക്ക് വ്യക്തമായി അറിയില്ല. ഈ പറഞ്ഞ 800 crores നമ്മൾ ഒരു വർഷം ബജറ്റിൽ ഇതിനു വേണ്ടി അലോക്കേറ്റ് ചെയ്താൽ അതിലും എത്രയോ ഇരട്ടി ക്രോസ് കൊടുത്തു തീർക്കാനുണ്ട്. അതെ, കൊടുത്തു തീർക്കാനുമുണ്ട്. ഇനി ഈ ഒരു വർഷവും ചിലവാക്കാനുള്ളതും ഉണ്ട്. അതിൽ അതായത് പൈസ കൊടുക്കുന്നത് ഇടയ്ക്ക് മുടങ്ങുമ്പോൾ ഈ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ അവർ നിർത്തും. അപ്പോൾ അവർ നിർത്തുമ്പോൾ പിന്നീട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ കുറച്ച് എമൗണ്ട് അനുവദിക്കും. 100 കോടി കൊടുക്കാനുള്ളത് 10 കോടി കൊടുക്കും. അങ്ങനെ അനുവദിച്ചിട്ട് അത് കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രശ്നങ്ങൾ വരുന്നത് തന്നെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? സത്യത്തിൽ നമ്മളിപ്പം ഈ മെഡിക്കൽ കോളേജസിൻ്റെ ഒരു ഭരണ സാരഥ്യത്തിലിരിക്കേണ്ടുന്ന ആൾക്കാർ നല്ല ടെക്നീഷ്യൻസ് ആയിരിക്കണം, അവർ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവണം. പിന്നെ ഈ പറഞ്ഞ ഇക്കാര്യങ്ങൾക്കൊക്കെ നല്ല കൃത്യമായ ബോധ്യം ഉണ്ടാവണം. അഡ്മിനിസ്ട്രേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന ഡെഫിഷ്യൻസീസ് ഇവിടെ ഉണ്ട് എന്ന് കൃത്യമായി പറഞ്ഞ് സമയാസമയങ്ങളിൽ വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന, അതും ഒരു പ്രൊഫഷണൽ എക്സലൻസ് ആണല്ലോ. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരിക്കൽ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന് സർജറി ചെയ്യാൻ ഇവിടെ എക്യുപ്മെൻ്റ് ഇല്ലെന്നാണ്, അതുകൊണ്ട് നീക്കി വയ്ക്കുകയാണ്, അദ്ദേഹം സർവീസ് പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. അത്ര സീരിയസ് ആണോ കാര്യങ്ങൾ? ഇതിലുള്ള ഡെഫിഷ്യൻസീസും ആവശ്യമുള്ള കാര്യങ്ങളും ഒക്കെ എല്ലാ HODസും കൃത്യമായി തന്നെ സൂപ്രണ്ടുമാർ വഴി ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താണോ ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്, അത് നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമുള്ള ഫണ്ട്, എന്തൊക്കെ സാധനങ്ങൾ വേണം, ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻ്റനൻസ് കോൺട്രാക്റ്റ്. വലിയ എക്യുപ്മെൻറ്റ്സ് ആകുമ്പോൾ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ലക്ഷങ്ങളും കോടികളും വരും ഓരോ വർഷം അതിനുവേണ്ടി ഇറക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ HODമാരാണ് ആക്ച്വലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇതെല്ലാം അറിയിക്കുന്നത്. അപ്പോൾ ഇത് അറിയിക്കുന്നത് പോരാതെ ഇതിൻ്റെ പുറകെ നടന്ന് ചെരുപ്പ് തേയേണ്ടി വരുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതായത് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ റിക്വസ്റ്റ് ഒരു മനുഷ്യജീവനുമായി ഒന്നല്ല, വളരെയധികം മനുഷ്യജീവനുകളുമായി ബന്ധപ്പെട്ട ഒന്നാണെന്നുള്ളത് നമ്മുടെ ഓഫീസിലിരിക്കുന്നവരും അതിന് മുകളിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സും നമ്മുടെ ഗവൺമെൻറ്റും എല്ലാം തിരിച്ചറിഞ്ഞ് അത് ശരിക്കും വളരെ ഫാസ്റ്റായിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഡോക്ടറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ലല്ലോ. ആ വരുന്ന പേഷ്യൻറ്റ് നോക്കണം, അവർക്ക് സർജറി ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണം, അവിടെ റിസർച്ച് ഉണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 250 സ്റ്റുഡൻസാണ് ഒരു വർഷം അണ്ടർ ഗ്രാജുവേറ്റ്സ് കയറുന്നത്. PG സ്റ്റുഡൻസും ഏകദേശം 200-നടുത്തുണ്ടാവും. അതുപോലെ പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഒരുപാട് കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ എല്ലാം ട്രെയിനിങ് നോക്കണം. അവരുടെ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ എക്സാംസ് ഉണ്ട്, എക്സ്റ്റേണൽ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ NMCയുടെ അനുസരിച്ചാണെങ്കിൽ എല്ലാത്തിനും ലെസൺ പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം. ഇവരെ എങ്ങനെയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ലെസൺ പ്ലാൻ ഉണ്ട്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് NMCയുടെ സൈഡിൽ നിന്ന് തന്നെയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ ഉള്ള സമയം തന്നെ തികയുന്നില്ല. റിസർച്ച് മാൻഡേറ്ററി ആണ്. അപ്പോൾ റിസർച്ച് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അങ്ങോട്ട് ചുരുക്കത്തിൽ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജുകളുടെ ഒരു ചുമതല എന്ന് പറയുന്നത് ഒരേ സമയം പഠിപ്പിക്കലും ചികിത്സിക്കലുമാണല്ലോ. രണ്ടും നടക്കണം. ഈ ചികിത്സിക്കാൻ പഠിപ്പിക്കണം. ഒന്ന്, ഇത്രയും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത്രയും ഡോക്ടർമാരെ വളർത്തിയെടുക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫ് സ്ട്രെങ്ത് നമുക്കില്ല. വസ്തുതയായിട്ടുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്ന എക്യുപ്മെൻറ്റ്സ് സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവരെയൊക്കെ ബാധിക്കുന്ന പ്രശ്നമായി മാറുന്നത്. ഫലത്തിൽ ഇത് ജനങ്ങളെയാണല്ലോ ബാധിക്കുന്നത്. കാര്യം തീരെ നിവൃത്തിയില്ലാത്തവരാണ് ഓടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞതിനോട് ഞാൻ ആക്ച്വലി യോജിക്കുന്നില്ല. കാരണം തീരെ നിവൃത്തിയില്ലാത്തവരെന്ന് പറയരുത്.
കാരണം ഇപ്പോൾ ഈവൻ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ആൾ പോലും മെഡിക്കൽ കോളേജിനെയാണ് സമീപിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി. അതിന് വേറൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റും കൂടെ ഉണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേറ്റ്സ് നമ്മുടെ ഈ കൊച്ചു കേരളത്തെ തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യ മേഖലയെ ഇതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം വളരെയധികം ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു എബവ് മിഡിൽ ആവറേജ് ഒരാൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് സ്വകാര്യ മേഖല മാറിക്കഴിഞ്ഞു. അതുകൊണ്ടും കൂടെയാണ് ഈ സാധാരണക്കാരെന്ന് പറയുന്നവരും പാവപ്പെട്ടവരെന്ന് പറയുന്നവരും എല്ലാം മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു വെൽഫെയർ ഗവൺമെൻറ്റാണ്. അപ്പോൾ വെൽഫെയർ ഗവൺമെൻറ് എപ്പോഴും ജനങ്ങളുടെ വെൽഫെയറിനാണ് മുൻതൂക്കം നൽകേണ്ടത്. അപ്പോൾ ആരോഗ്യമുള്ളൊരു ജനതയാണ് ഒരു സ്റ്റേറ്റിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ജനങ്ങളുടെ ആരോഗ്യം നമ്മളത് പാൻഡമിക്കിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എൻ്റെ സംശയം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമുക്ക് കൃത്യമായിട്ടാണെങ്കിൽ കിടത്തി ചികിത്സയൊക്കെ ആവശ്യമുള്ള രോഗികളെ എത്ര ബെഡിൽ കിടത്തി ചികിത്സിക്കാം? എത്ര പേരാണ് ബെഡിൽ കിടക്കുന്നത്? ചികിത്സയിലിരിക്കെ തന്നെ നിലത്ത് കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇവിടെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ വെൽഫെയർ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും മികച്ചതാണ് എന്ന് പറയുമ്പോൾ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻസോ ഇൻഫ്രാസ്ട്രക്ചറോ സ്റ്റാഫ് സ്ട്രെങ്തോ അല്ലെങ്കിൽ ഡോക്ടർമാരെ, സേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ശമ്പളമോ കൃത്യമായി കൊടുക്കാതെ എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് എൻ്റെ ചോദ്യം. ഡോക്ടറും രോഗികളും ഞങ്ങളും മാസങ്ങളായി, ഇപ്പോൾ വർഷങ്ങളായി പറയുന്നു, മാസങ്ങളായി പബ്ലിക്കായിട്ട് പറയുന്നത് കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അതായത് എക്സിസ്റ്റിംഗ് മെഡിക്കൽ കോളേജുകളിൽ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്, ബാക്കിയുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോഴും അതിലേക്ക് ആവശ്യമായ ഇപ്പോൾ NMC അനുസരിച്ചുള്ള സ്റ്റാഫുകളെ പോലും എൻഷുർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രയോറിറ്റൈസേഷൻ്റെ പാർട്ടാണ്. അതായത് നമ്മൾ ഹെൽത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അതനുസരിച്ച് നമ്മുടെ ബഡ്ജറ്റ് അലൊക്കേഷനും കുറച്ചും കൂടെ മാറണം. അതായത് ഹെൽത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഫണ്ട് അലൊക്കേഷൻ ചെയ്യേണ്ടതാണ്. ഈ നയം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാളധികം ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ ഫൈനാൻസസ് ആണ്. സ്റ്റേറ്റിന് ശരിക്കും തീർച്ചയായും ഫൈനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വർഷങ്ങൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഈ രണ്ട് സമയത്തും ഞങ്ങളുടെ പേർവിഷൻ നടത്തിയതും ഈ സർക്കാർ തന്നെയാണ്. അന്ന് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ അരിയസ് തരാനായിട്ട് ഓർഡർ ഇറക്കിയിട്ടാണ് പോയതും. അത് കഴിഞ്ഞിട്ട് തുടർഭരണം വരുന്നു. അപ്പോൾ ഈ അരിയസിൻ്റെ ഓർഡർ അബേൻസിൽ വെക്കുന്നു. കോവിഡ് മഹാമാരി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ക്രഞ്ചിൻ്റെ സമയമാണ്. അപ്പോഴും ഞങ്ങൾ അതിനെപ്പറ്റി ഒരു ആവലാതി പറയുകയോ പരാതി പറയുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇത് ഇത്രയും ചെയ്ത ഡോക്ടർമാരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അതൊരു കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിന് ചേർന്ന ഒരു കാര്യം അല്ല എന്നുള്ളതാണ്. അത് പൊതുജനം തിരിച്ചറിയണം. ഞങ്ങൾ ശമ്പളം കൂട്ടാൻ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അടുത്ത ശമ്പള പരിഷ്കരണം ഇപ്പോൾ തന്നെ നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രഷറൈസ് ചെയ്തിട്ടില്ല. അതൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഈ 2016 തൊട്ട് 20 വരെയുള്ള ഒരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ സർക്കാർ കറക്റ്റായിട്ട് അതിനൊരു സൊല്യൂഷൻ കാണാതെ ഇപ്പോൾ പുതിയ നടപടികളുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പ്രതിദിനം ശരാശരി 80 സർജറികൾ നടക്കുന്നുണ്ട്. അത്രയും സർജറികൾ നടത്താനുള്ള സംവിധാനവും എക്യുപ്മെൻസും ഒക്കെ ഉണ്ടോ നമുക്ക് നിലവിൽ? സർജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും കത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ തുടർന്ന് അതായത് 2024 KGMCT തന്നെ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഒരു സർജിക്കൽ പ്രോട്ടോകോൾ ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയുണ്ടായി. ജൂലൈ 2024 അപ്പോൾ ആ സർജിക്കൽ പ്രോട്ടോക്കോള് ഞങ്ങൾ കൊടുക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ 80 മുതൽ 90 വരെ സർജറീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർജറീസിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയും ഡോക്ടർക്ക് ഈ സർജറി ചെയ്യാനുള്ള ഒരു ഈസും ആ ഒരു ടെൻഷൻ കുറയ്ക്കുക, ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു തിയേറ്ററിൽ ഒരു സർജറി ചെയ്യുന്നതിന് എന്തൊക്കെയാണോ മിനിമം ആവശ്യങ്ങളുള്ളത് അതും WHO പ്രോട്ടോക്കോളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കൊടുത്തത്. പക്ഷേ നാളിതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല. അതെന്തൊക്കെയായിരുന്നു മിനിമം എന്ന് പറയുമ്പോൾ? അത് ഞാൻ ഷെയർ ചെയ്യാം. അത് ഡോക്യുമെൻ്റ് ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. സാധാരണ എന്ന് വെച്ചാൽ ഞാനൊരു സർജൻ അല്ല, അതുകൊണ്ട് എനിക്കതിൽ വ്യക്തമായി അങ്ങനെ ഒരു അത് പറയാൻ പറ്റില്ല. പക്ഷേ മിനിമം എന്ന് പറയുമ്പോൾ നമ്മളൊരു കുറേ പേഷ്യൻസ് വരും
നമുക്ക് അപ്പോൾ ആ പേഷ്യൻറ്റിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഡോക്ടർ എപ്പോഴും സ്ക്രബ് ചെയ്തിട്ട് സ്റ്റെറൈൽ പ്രിക്കോഷൻസിലാണ് നിൽക്കുന്നത്. ഡോക്ടർക്ക് ആ രോഗിയുടെ കേസ് ഷീറ്റോ അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സോ ഒന്നും ഡോക്ടർക്ക് ടച്ച് ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതെടുത്ത് നോക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വേണം. അപ്പം സിസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഞങ്ങളുടെ ഇതിൽ സ്ക്രബ് നേഴ്സ് എന്ന് പറയും. സ്ക്രബ് നേഴ്സ് ഈ ഡോക്ടറെ പോലെ തന്നെ ഡ്രൈപ്പ് ചെയ്ത് സ്റ്റെറൈൽ പ്രിക്കോഷൻസിൽ നിൽക്കുന്ന ആളാണ് സ്ക്രബ് നേഴ്സ്. സോ ആ നേഴ്സിനും ഈ പുറത്തുള്ള ഒരു കാര്യങ്ങളും ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ടൊരു ഫ്ലോർ നേഴ്സ് കാണും. അതായത് സ്ക്രബ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു നേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ഓരോ സർജിക്കൽ റൂമിലും ഒരാൾ ഉണ്ടാവണം എന്നാണ് ആരും തമ്മിൽ തൊടാൻ പാടില്ല. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് കൗണ്ട്, ഇപ്പോൾ ഈ ഇഷ്യൂസ് വരുന്നത് മുഴുവൻ നമ്മൾ പറയുന്ന ലെഫ്റ്റ് ഇൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ ഇൻസ്ട്രുമെന്റ് കൗണ്ട് അല്ലെങ്കിൽ മോപ്പ് കൗണ്ട്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ഞി, ഗോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഇൻ കൗണ്ടും ഉണ്ട്. അതായത് പേഷ്യൻ്റെ ബോഡിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ എടുക്കുന്നതിൻ്റെ കൗണ്ടുണ്ട്. ഇതെല്ലാം ഈ സ്ക്രബ് നേഴ്സ് ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട്, പുറകിൽ നിന്ന് വിളിച്ച് പറയുന്നുമുണ്ട്. അതായത് ഈ ഡോക്ടർക്കും സ്ക്രബ് നേഴ്സിനും കേൾക്കത്തക്ക രീതിയിൽ വിളിച്ച് പറയുന്നുമുണ്ട്. അതെ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം വേണം, അതുപോലെ തന്നെ ആൾക്കാർ വേണം. വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ആവശ്യമുള്ള ആൾക്കാർ ഓരോ ജോലികൾക്കും നിയോഗിക്കേണ്ട ആൾക്കാർ വേണം. അപ്പോൾ ഇതെല്ലാം ഒരാൾ ചെയ്യേണ്ടി വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആലോചിക്കണം, ഇപ്പം എത്രയാണ് നിങ്ങൾ ഇത്രയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇപ്പോൾ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുത്താൽ ഒരു തൈറോയ്ഡ് സർജറി തന്നെ 1200ഓളമാണ് ഒരു വർഷം നടക്കുന്നത്. അപ്പം അതനുസരിച്ച് എത്രയോ സർജറികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും 10,000കണക്കിന് സർജറീസ് നടക്കുന്നിടത്താണ് നിങ്ങൾ ഈ ഒരെണ്ണം പറയുന്നത്. അപ്പോൾ ആ ഡോക്ടർമാരും അവിടെയുള്ള നഴ്സുമാരും ഒക്കെ എന്തുമാത്രം കെയർഫുള്ളായിട്ട് എന്തുമാത്രം സ്ട്രെസ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അതായത് കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, പക്ഷേ അവിടെ വരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടർ പറയുന്നത് ശരിയാണ്. 10,000 കണക്കിന് സർജറികൾ നടക്കുന്നതിനിടയ്ക്ക് ഒറ്റപ്പെട്ടതെന്നൊക്കെ പറയാവുന്ന ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. അതെ, അതുകൊണ്ടാണ് ഈ സർജിക്കൽ പ്രോട്ടോകോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി ആൾക്കാരുടെ എണ്ണം കൂടേണ്ടി വരും, ടേബിളിൻ്റെ എണ്ണം കൂടേണ്ടി വരും ഇത്രയും സർജറി ചെയ്യണമെങ്കിൽ. അതായത് ഒരു പേഷ്യൻറ്റിനെ വെരിഫൈ ചെയ്ത് കിടത്തുമ്പോൾ അത്രയും സമയം എടുക്കും. ആ പേഷ്യൻറ്റിനെ ഔട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ സ്റ്റെപ്സ് ഉണ്ട്. ഇതെല്ലാം പാലിച്ചുകൊണ്ടേ ആ പേഷ്യൻറ്റിനെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പേഷ്യൻ്റ് കഴിയുന്ന ഉടനെ തന്നെ ക്ലീൻ ചെയ്യുക, അടുത്ത ആളെ കിടത്തുക, സർജറി ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേൺ ഓവർ വളരെ കൂടുതലാണ്. കാരണം അത്രയും നമുക്ക് പേഷ്യൻസ് വരുന്നുണ്ട്, ബാക്ക്ലോഗ് വരുന്നുണ്ട്. ഇത്രയും ചെയ്തിട്ട് പോലും നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പോലും അത്രയും സ്ട്രെസ് എടുത്ത് ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണ്, ആ ആരോഗ്യ പ്രവർത്തകരാണ് നമുക്കുള്ളതെന്നുള്ളത് അപ്രിഷ്യേറ്റ് ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സർജിക്കൽ പ്രോട്ടോകോൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാതെയാണ് ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ ആർക്കെതിരെയാണ് നടപടിയെടുക്കുന്നത്? സിസ്റ്റം പ്രശ്നമാണ് എന്ന്. സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരാണ്? സിസ്റ്റത്തിൽ ഞങ്ങളും ഉണ്ട്, ഞങ്ങളില്ല എന്ന് പറയുന്നില്ല. സിസ്റ്റത്തിൽ ഞങ്ങളും ഉണ്ട്, ഞങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ട്, ഈ ഗവൺമെൻറ്റും ഉണ്ട്. ഇതെല്ലാം സിസ്റ്റമാണ്, മൊത്തം സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ എവിടെയാണ് പ്രശ്നം? ഇൻവെസ്റ്റ്മെൻറ്റ് തൊട്ട് തുടങ്ങുകയാണ്, സ്റ്റാഫ് അലൊക്കേഷൻ തൊട്ട് തുടങ്ങുകയാണ്, പിന്നെ ഈ പേപ്പർ വർക്കുകൾ അത് നീക്കാനായിട്ട്. അപ്പം ഈ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലും ഒരു ജീവനാണ് എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ആ ഒരു ഡോക്ടർ, ഒരു HOD അയക്കുന്ന ഒരു ഫയൽ, ഒരു സാധനം വേണം എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു ഫയൽ എന്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ കൊറീസായിട്ട് ആഴ്ചകളോളം അവിടെ കിടക്കും? വീണ്ടും അവിടുന്ന് ഈ HOD തന്നെ ഓഫീസിൽ പോയി നിന്നാലേ ആ ഫയൽ മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു തീരുമാനമാവുള്ളൂ, അതിൽ ഫണ്ട് അലൊക്കേഷൻ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ സിസ്റ്റം എന്ന പ്രയോഗം വന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറയുകയും വിവാദമാവുകയും ഒക്കെ ചെയ്ത സമയത്ത് മന്ത്രിയും സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ, മന്ത്രിയല്ലേ ഇതിനെ നയിക്കേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായി. ഞാൻ ഒരു മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പേര് പറയരുതെന്ന്, എവിടെ പറഞ്ഞാലും പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് സാർ ഈ സിസ്റ്റം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ പേരാണ് പറഞ്ഞത്. അദ്ദേഹമാണ് സിസ്റ്റം എന്ന്. അതായത് പർച്ചേസ് ആരാണ് തീരുമാനിക്കുന്നത്? അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അയക്കുന്ന ഫയലുകളൊക്കെ എത്ര നാളെടുത്താണ് അവിടെ എത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പർച്ചേസ് ആരാണ് തീരുമാനിക്കുന്നത്? എവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്? അല്ലതാണ് ഞാൻ ചോദിക്കുന്നത്, ആരാണ് പർച്ചേസ് തീരുമാനിക്കേണ്ടത്? ആരാണ് പർച്ചേസ് തീരുമാനിക്കുന്നത്?
ഈ ഓരോന്നിനും ഇപ്പോൾ ഫണ്ട് അലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് അവിടുത്തെ പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ സൂപ്രണ്ടിന് ഒരു സാമ്പത്തിക അധികാരം കൊടുക്കണം. അത് കൊടുക്കുന്നത് വളരെ ചെറിയൊരു തുകയ്ക്ക് ആവരുത്. അതായത് ആ ഹോസ്പിറ്റലിൻ്റെ ദൈനംദിന നടത്തിപ്പിന് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക അധികാരം കൊടുക്കും. ഈ പെറ്റി ക്യാഷ് ബോക്സ് എന്നൊക്കെ പറയും പോലെ. അതെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു 20 വർഷം മുന്നേ ഉള്ള കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് അവർക്കൊരു സാമ്പത്തിക അധികാരം കൊടുക്കുകയും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെൻറ്റുകളുടെ കാര്യങ്ങളും ബാക്കി എന്ത് കാര്യങ്ങളായാലും ആ ഒരു ലെവലിൽ തന്നെ തീർക്കാനും പറ്റാറുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നിശ്ചയിച്ചൊരു സർജറിക്ക് ഇപ്പോൾ എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് പറയുന്നു, പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ മെക്കാനിസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ എഴുതുന്ന ക്ലർക്ക് തൊട്ട് അല്ലെങ്കിൽ ഒരു കൊണ്ടുപോകുന്ന ആൾ തൊട്ട് പ്രിൻസിപ്പൾ, സൂപ്രണ്ട്, മന്ത്രിയുടെ ഓഫീസ്, നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലായിടത്തും ഒരു ഫാസ്റ്റ് ട്രാക്കിങ്ങിനുള്ള ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം ഫെയിലിയർ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ ഉയർന്നതാണ്. ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ കാണുമ്പോൾ നമ്മളതിനെ തള്ളിക്കളയുന്നില്ല. മികച്ച രീതിയിൽ പൊതുജനങ്ങൾക്ക് ചികിത്സയൊക്കെ കിട്ടുന്ന ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ നമ്മൾ ആഘോഷിക്കുന്ന അത്ര മെച്ചം അതിനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, കേരളത്തിലെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണെന്നുള്ളതിലൊരു സംശയമില്ല. കാരണം ഞങ്ങളും അതിൻ്റെ ഭാഗമാണല്ലോ. ഞങ്ങളാണ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ. അപ്പോൾ അതിൽ സംശയമില്ല. പക്ഷേ ഇതിൽ വരുന്ന പോരായ്മകൾ നമ്മളിതെല്ലാം അറിയുന്നത് കൊണ്ടാണല്ലോ ഈ പോരായ്മകളും പുറത്ത് വരുന്നത്. അപ്പോൾ ആ പോരായ്മകളെ നമ്മുടെ കറക്ഷനുള്ള ഒരു ഫാക്ടറായിട്ട് വേണം എടുക്കാനായിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അതിനെ ഒരു വിമർശനമായി കാണാതെ, ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു വിമർശനമായി കാണാതെ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യപ്പെടണം എന്നൊരു മനോഭാവം ഉണ്ടായാൽ മാത്രമേ നമുക്കിത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി നമ്പർ 1 എന്നുള്ള ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളുടെ ഈ പറഞ്ഞ ഡോക്ടർമാരടക്കമുള്ള ആൾക്കാരുടെ, പിന്നെ ഈ പറഞ്ഞ പോലെ സിസ്റ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു 50% മുകളിൽ, ഒരു 60% മെച്ചമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ പൊളിറ്റിക്കലി ആണോ നമ്മൾ കാണുന്നത്, അതോ നമ്മളതിനെ പ്രൊഫഷണലി ആണോ കാണുന്നത്? ഞാൻ ചോദിക്കുന്നത് ഒരു ഭരണ സംവിധാനം അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യം മെച്ചമായിട്ട് പോകുന്നതിനെ നമുക്ക് ആഘോഷിക്കാനോ നമുക്ക് പൊളിറ്റിക്കലി എൻകാഷ് ചെയ്യാനോ ഉള്ളൊരു സംവിധാനമായിട്ട് ഉയർത്തി കാട്ടുന്ന അത്രയും എഫേർട്ട് ഇതിനെ ഒന്നും കൂടെ മെച്ചപ്പെടുത്താൻ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അകത്തിരുന്നുകൊണ്ട് സംസാരിക്കേണ്ടത് നിങ്ങളാണ്, ഡോക്ടർമാരാണ്. അല്ല, ഇതിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 5 വർഷമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു ആയുഷ്കാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയും പൊതുജനാരോഗ്യ മേഖലയ്ക്ക് വേണ്ടിയും ഞങ്ങൾ സംസാരിക്കേണ്ടി വരുന്നത്. അതായത് ഇവിടെ എന്തൊക്കെയാണോ പ്രശ്നങ്ങളുള്ളത് അത് കറക്റ്റ് ചെയ്ത് തരണം, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ് കാരണം കേരളത്തിൽ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ ആ സെൻസിറ്റീവ് ആയതുകൊണ്ടാണല്ലോ ന്യൂസും എല്ലാം എത്രയും പെട്ടെന്ന് പുറത്ത് വരുന്നതും. അപ്പോൾ ഇത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു മേഖലയെ ശക്തിപ്പെടുത്താനായിട്ട് മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും മത്സരിക്കാറുണ്ട്. അതൊരു വാസ്തവം തന്നെയാണ്. കാരണം അത് ഈ പറഞ്ഞതുപോലെ ഹെൽത്തിനെ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് കാണരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാരണം ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഇന്നും നാളെയും ഇനി ഫ്യൂച്ചറിലും ഒക്കെ നിലനിൽക്കാനുള്ളതാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ളതാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിനെ ഒരു പൊളിറ്റിക്കൽ വെപ്പനായിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാവട്ടോ, ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ, ആരും അത് ദയവായി ഉപയോഗിക്കരുത്. അതിന് പകരം നിങ്ങൾ ഇതിനെ മെച്ചപ്പെടുത്താനായിട്ടുള്ള വിഷനുമായിട്ട് വരും. അത് ഒരു 4-5 വർഷത്തേക്ക് ആവരുത്. നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ ഒരു 50 വർഷത്തിന് ശേഷം കേരളം എവിടെ നിൽക്കണം ആരോഗ്യരംഗത്ത് എന്നുള്ളതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പ് നമ്മൾ എപ്പോഴും, അത് ഒരു ദിവസത്തേക്കെന്നല്ലല്ലോ, അപ്പോൾ എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഉള്ള റിസോഴ്സസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
എങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒച്ചകെട്ടുകൾ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആഘോഷങ്ങൾ കൊണ്ടോ നമുക്ക് ആരോഗ്യ മേഖല മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. കൃത്യമായ ചികിത്സ സാധാരണക്കാരന് കൊടുത്തു എന്ന് അവകാശപ്പെടാനും കഴിയില്ല. IMAയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ചെറുകിട ആശുപത്രികൾ പലതും അപ്രത്യക്ഷമായി. പകരം അവിടെ സ്വകാര്യ മേഖലയിലെ വലിയ സ്റ്റാർ ആശുപത്രികൾ രംഗത്ത് വരികയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സ്വയം സമർപ്പിച്ച് സർക്കാർ മേഖലയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ജീവൻ കൊടുക്കുന്ന ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ, അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നങ്ങൾ, അത് മുന്നോട്ടുള്ള കാൽവയ്പ്പിന് ഗുണകരമാകും എന്ന് മനസ്സിലാക്കാൻ സർക്കാരുകൾക്ക് കഴിയണം. ഡോക്ടർ, അല്പസമയം നമുക്കിപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.